എന്റെ വർമ്മ സാറേ, ഈ അംബികാമഠവും ദീപക് സാറും പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞങ്ങളുടെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് വർമ്മ സാറിന് തോന്നുന്നുണ്ടോ? കൃതികാമഠത്തെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് വർമ്മ സാറിന് തോന്നുന്നുണ്ടോ? വർമ്മ സാർ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാ ഇവര് പറയുന്ന എല്ലാം വർമ്മ സാർ വിശ്വസിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. രാജു, നീങ്ങി വാ. കഴിച്ചു നീ നുണ പറഞ്ഞത്. വർമ്മ സാറേ, ദീപക്കുമായിട്ടുള്ള പ്രതിക മേഡത്തിന്റെ വിവാഹത്തിന് പ്രതിക മേഡത്തിനും ഇഷ്ടമല്ലായിരുന്നോ? അപ്പോ പ്രതിക മേഡം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ കൂടെയാണെന്ന് എല്ലാവരും സംശയിച്ചു. പക്ഷെ ഞാൻ ഋതിക മേഡത്തെ അന്വേഷിച്ചിറങ്ങി ഋതിക മേഡത്തെ കണ്ടുപിടിച്ചു. അപ്പോ എന്റെ കയ്യില് ശ്രീലക്ഷ്മിക്ക് വേണ്ടി കരുതിയിരുന്ന വിവാഹത്താലി ഋതിക മേഡം ഞാൻ അറിയാതെ കഴുത്തി കെട്ടി. ആ കഴുത്തി കെട്ടിയ താലിയ ഋതിക മേഡം ഇവിടെ വിവാഹത്തിന് ഞാൻ കെട്ടിയ താലിയാന്ന് പറഞ്ഞ് കാണിച്ച. അപ്പൊ തന്നെ ഞാൻ സാറിനോട് അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറായില്ല. അതിനുശേഷം ഋതിക മേഡം വന്ന് വീട്ടിൽ നിന്നു. ഋതിക മേഡത്തിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് ഋതിക മേഡത്തെ വീട്ടിൽ നിർത്താൻ എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു. ഓരോ ദിവസം കഴിയും തോറും ആ വിവാഹ നാടകം അവസാനിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ പല തവണ ഞാൻ വർമ്മ സാറിനോട്